മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് അന്ന ചാക്കോ. ഫ്ലവേഴ്സ് ചാനലിൽ സക്സസ്ഫുള്ളായി സംപ്രേഷണം ചെയ്തിരുന്ന ഷോയ സ്റ്റാർ മാജിക്കിലെ ചുരുണ്ടുമുടിയുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാലാകും കൂടുതൽ പേർക്കും അന്ന ചാക്കോയെ മനസ്സിലാകുക. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി മിനി സ്ക്രീനിൽ അന്ന സജീവമാണ്. അവതാരികയും നടിയുമായും ഒക്കെ അന്ന വിവിധ ടെലിവിഷൻ പരിപാടികളും ഷോർട്ട് ഫിലിമിലുമൊക്കെ ഭാഗമായിട്ടുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായ ശേഷമാണ് കൂടുതൽ അവസരങ്ങൾക്കും അന്നയ്ക്ക് അഭിനയ രംഗത്ത് തുറന്നു കിട്ടിയത്. സ്ക്രീനിൽ അടിപൊളി കൗണ്ടറുകളുമായി എത്തി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കാറുള്ള അന്ന സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഇപ്പോഴത്തെ അന്ന പങ്കുവച്ച പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ശ്രദ്ധ നേടുന്നത്. തന്റെ ഇൻബോക്സിൽ വന്ന ഒരു മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് അന്ന പങ്കുവച്ചത്. വളരെ മോശമായ രീതിയിലുള്ള മെസ്സേജ്. കൂടിക്കാഴ്ച സാധ്യമാണെന്നും ഒരു രാത്രി കൂടെ കഴിയാൻ താല്പര്യമുണ്ടോ എന്നും ചോദിക്കുന്ന പണം തരാമെന്നും വിമൽ എന്നൊരാൾ അന്ന ചാക്കോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച മെസ്സേജ്. കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ മെസ്സേജ് അയച്ച വ്യക്തിയുടെ ഫോട്ടോയും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിശദാംശങ്ങളും അന്ന ചാക്കോ സ്റ്റോറിയായി പങ്കിട്ട് ലോകത്തിന് തുറന്നുകാട്ടി. മെസ്സേജ് അയച്ച് മോശമായി സംസാരിച്ചതിന് അയാൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അന്ന. നീ എന്നോട് സംസാരിച്ച രീതിക്കും പണം നൽകാമെന്ന് പറഞ്ഞതിനും എതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കും. നിയമ നടപടിക്ക് തയ്യാറാകൂ. നിങ്ങളുടെ അക്കൗണ്ട് URL എൻ്റെ പക്കലുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് നിർജ്ജീവമാക്കിയാലും സൈബർ കുറ്റവാളികളെ ട്രാക്ക് ചെയ്യാൻ അത് ഉപയോഗിക്കാം എന്ന മുന്നറിയിപ്പും താക്കീതും അയാൾക്ക് അന്ന നൽകി. ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതിൻ്റെ പിന്നിലെ കാരണം വ്യക്തമാക്കുന്നു. ഒരുത്തൻ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് ആളുകളെ കാണിക്കാനോ അതിൻ്റെ പേരിൽ ആലാവാനോ അല്ല, മറിച്ച് ഭാവിയിൽ ഇത്തരമുള്ള ചോദിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ്. ആരെന്നോട് ഈ രീതിയിൽ സംസാരിച്ചാലും എൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കും. അല്ലാതെ എൻ്റെ വായിൽ തോന്നുന്ന 4 തെറിയും വിളിച്ച് അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ആഗ്രഹവുമായി ചോദിക്കാൻ വരുന്നത് ഇതും കൂടി അറിഞ്ഞിരിക്കുക. ഞാൻ ചെയ്യുന്ന ഷൂട്ടുകളെ വിലയിരുത്താനോ അല്ലെങ്കിൽ ഇവൾ ഇങ്ങനെയുള്ള ഷൂട്ടുകൾ ചെയ്തതല്ലേ, അപ്പോൾ ആളുകൾ ഇവളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിശയം ഉള്ളവരെന്ന് ചിന്തിക്കുന്ന പുരാതന ചിന്താഗതികളുള്ള ആളുകളോട് ഞാൻ ചെയ്യുന്ന തൊഴിലോട് എനിക്ക് വളരെ അഭിനിവേശമുണ്ട്. തൃപ്തിയും സന്തോഷവും കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി അത്തരത്തിൽ ഷൂട്ടുകൾ ലഭിച്ചാൽ ചെയ്യും. അതിനകത്ത് ഞാൻ മോശമായി നടക്കുന്ന ആളാണോ അല്ലെങ്കിൽ എന്ത് തോന്നിവാസം ഇവരോട് പറയുന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു ഭരണഘടനയുടെ കീഴിലാണ് ഞാൻ ജീവിക്കുന്നത്.